ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൂസ്റ്റ് പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിതിന് ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട, സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുതിയ മൈദ എടുക്കാൻ ശ്രദ്ധിക്കണേ. എലൈറ്റിൻ്റെ മൈദയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പസോഡയാണ്. 1/2 ടീസ്പൂൺ അപ്പസോഡയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ചെറിയൊരു സ്പൂണിന് പകുതി എടുത്താൽ മതിയാകും, 1/2 ടീസ്പൂൺ. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ആ ബേക്കിംഗ് സോഡ ഇല്ലേ, നമ്മൾ ചേർത്ത അപ്പസോഡ, അതെല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കുന്നില്ല, വെറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പസോഡ മാത്രം ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാകുന്നത്. നല്ല പെർഫെക്ഷനായിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കാത്തതല്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പഴയ പാത്രത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല വെള്ളമൊന്നും ഇല്ലാതെ ക്ലീനായ ഒരു മിക്സിയുടെ ജാർ എടുക്കണം കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കോഴിമുട്ട ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പൊട്ടിച്ചൊഴിക്കുമ്പോൾ കേടാണെങ്കിൽ എല്ലാം കേടായി പോകും. അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാനാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തത്. പകരം ഏലക്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിപ്പോൾ 2 പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പാം ഓയിലോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 കപ്പ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കാം, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇനി നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിനായിട്ട് പ്രത്യേകിച്ച് ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടായാലും നമുക്കിത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള മരത്തബിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ബലം കൈക്ക് കൊടുത്തിട്ട് ഓവറായിട്ട് കുത്തി ഇളക്കാതിരുന്നാൽ മാത്രം മതി. ഏതൊരു കയ്യിൽ കൊണ്ട് ചെയ്യുമ്പോഴും ഓവറായിട്ട് ബലം കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കോട്ട് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ പിരിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മിക്സായി കിട്ടും കേട്ടോ. ഇത് വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പതുക്കെ കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പതുക്കെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിൻ്റെ അടിഭാഗം നിലത്ത് ഇങ്ങനെ നന്നായിട്ട് ഇരിക്കുന്ന സൈസല്ല കേട്ടോ. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ആടുന്ന സൈസ് ഒരു പാത്രമാണ്. അപ്പോൾ അടി നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ കേക്കിൻ്റെ ആ ബാറ്റർ ഉണ്ടോ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വീഴുന്നത്. ഈ ഒരു രീതിയിലാണ്
ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ വേണ്ടത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ സാധനങ്ങളും അതേ അളവിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പം മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ചായ കുടിക്കുന്ന ഏതൊരു ഗ്ലാസ്സും മെഷർമെൻറ്റായിട്ട് എടുത്തിട്ട് അതിൽ ബാക്കി എല്ലാ ചേരുവകളും ആ ക്ലാസ്സിൽ തന്നെ മെഷർ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ അതെ ഞാൻ എയർ ബബിൾസ് ഇല്ലായിരിക്കാൻ ഞാൻ ഒരു സ്ക്വയർ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് 2-3 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ടൈപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തുറന്നിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 40 മിനിറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 മിനിറ്റ് എടുക്കണ്ട, അപ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു വലിയ പാത്രം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം എടുക്കും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പാത്രമാണ്. നമ്മളെടുക്കുന്ന മോൾഡിനനുസരിച്ചിട്ട് ചെറിയൊരു പാത്രം എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 40 മിനിറ്റ് ആയി. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കേക്ക് ഏത് സമയത്തും ബേക്കാവുമ്പോൾ അത്യാവശ്യം നല്ല മണം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോഴാണ് കേക്ക് ബേക്കായെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്കിത് മോൾഡെടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നോക്കാം, ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാത്രത്തിൻ്റെ ചുവട് കുറച്ചിങ്ങനെ ഒന്ന് ഉരുണ്ടും കൊണ്ടാണെന്ന് നിലത്തിരിക്കുമ്പോൾ ഇങ്ങനെ ആടുന്ന സൈസാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ചൂട് വന്നതുകൊണ്ടാണ് അവിടെ ഒന്നിങ്ങനെ കരിഞ്ഞു വന്നിട്ടുള്ളത്. കുഴപ്പമില്ല കേട്ടോ, അത് ഒന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ, കുഞ്ഞുമക്കളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അഥവാ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.